ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിയിലെ 11ാമത്തെ ചാപ്റ്റർ ആണ്. അക്കൾച്ചുറേഷൻ, അസിമിലേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് അക്കൾച്ചുറേഷൻ, അസിമിലേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ആസ് എ പ്രോസസ് ഓഫ് കൾച്ചർ ചേഞ്ച് ആൻഡ് കൾച്ചർ കോണ്ടാക്ട്. അക്കൾച്ചുറേഷനും അസിമിലേഷനും ഇന്റഗ്രേഷനും എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു ചേഞ്ചും അതിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടാക്റ്റും എന്താണ്. Explain the nature and factors of these three processes. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു നാച്ചർ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ് എന്ന് പഠിക്കുന്നു. Correlation and interrelationship of variation in these three processes and explain these ways and means to achieve these social processes in different social and cultural groups. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ അക്കൾച്ചറേഷൻ എന്താണ്, അസിമിലേഷൻ എന്താണ്, ഇന്റഗ്രേഷൻ എന്താണ്, ഇതിൻ്റെ വേരിയേഷൻസ്, ഇതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കൾച്ചറൽ ചേഞ്ചും സോഷ്യൽ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് നോക്കാം, എന്താണ് അക്കൾച്ചുറേഷൻ. അക്കൾച്ചുറേഷൻ മീൻസ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറൽ എലമെന്റ്സ് ഫ്രം വൺ സോഷ്യൽ ഗ്രൂപ്പ് ടു അനദർ. അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറൽ എലമെന്റ്സ് ആണ്. നമ്മുടെ കൾച്ചറിന്റെ എലമെന്റുകളെ, കൾച്ചറിലെ ഘടകങ്ങളെ ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിലേക്ക് കൈമാറുന്നതിനെയാണ് അക്കൾച്ചുറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൾച്ചുറേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച് വിച്ച് റിസൾട്ട് ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് കൾച്ചർ. എന്താണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കൾച്ചറൽ ചേഞ്ച് ആണ്. വിച്ച് റിസൾട്ട്സ് ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് കൾച്ചർ. ഡിഫറെന്റ് കൾച്ചറിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഉണ്ടാകും. ഡിഫറെന്റ് കൾച്ചറുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസിലൂടെ ഉണ്ടാകുന്നതാണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. എന്താണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത്? സ്വാഭാവികമാണ്. അതുമാതിരി തന്നെ എന്താണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആണ്, അല്ലെ? ഇത് വളരെ സ്വാഭാവികവുമാണ്, ഇതൊരു തുടർ പ്രക്രിയമാണ്. അപ്പം എന്താണ് അക്കൾച്ചുറേഷൻ? അക്കൾച്ചുറേഷൻ മീൻസ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറൽ എലമെന്റ്സ് ഫ്രം വൺ സോഷ്യൽ ഗ്രൂപ്പ് ടു അനദർ. ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പിലേക്ക് കൾച്ചറൽ എലമെന്റിനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ അക്കൾച്ചുറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Acculturation is a process of cultural change which results due to contact between communities belonging to different culture. It is a universal and continuous process which takes place over a period of time. Acculturation എന്ന് പറയുന്നത് എന്താണ്? അക്കൾച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൾച്ചറൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? Which results due to contact between communities belonging to different culture. ഡിഫറെന്റ് കൾച്ചറിലുള്ള അഥവാ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന്റെ കോണ്ടാക്ട് വഴിയാണ് അക്കൾച്ചുറേഷൻ സംഭവിക്കുന്നത്. ഇനി ഇത് യൂണിവേഴ്സൽ ആണ്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇനി നമുക്ക് നോക്കാം അക്കൾച്ചുറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അക്കൾച്ചുറേഷൻ കുഡ് ബി എയ്തർ എ കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് പ്രോസസ്. ചില സമയത്തൊക്കെ ബോധപൂർവം അക്കൾച്ചുറേഷൻ സംഭവിക്കാം, ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടും ഇത് സംഭവിക്കാം, ബോധപൂർവം അല്ലാതെയും സംഭവിക്കാം. Acculturation takes place two or more communities belonging to different culture come together and start adopting each other culture trait. So it is a two-way process of culture change. Acculturation എന്ന് പറയുന്നത് കൾച്ചർ ചേഞ്ചിന്റെ ഒരു two-way പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ചില കമ്മ്യൂണിറ്റീസ് വരികയും അവരുടെ ചില കൾച്ചറൽ എലമെന്റിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പം ചില കമ്മ്യൂണിറ്റീസ് തമ്മിൽ കൂടിച്ചേർന്ന് കൾച്ചറൽ എലമെന്റിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുകയാണ്? കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു two-way പ്രോസസ് ആണ്. അക്കൾച്ചുറേഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ഓവർ നൈറ്റ്. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ബിഫോർ ദ മെമ്പേഴ്സ് ബോറോ ദ കൾച്ചർ ട്രേറ്റ്സ് ഫ്രം അതർ കമ്മ്യൂണിറ്റീസ്. നമുക്ക് പറയാം അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ഇതിന് ഒരുപാട് സമയം വേണം. കാരണം മറ്റൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരണം, ആ കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള കൾച്ചറിനെ സ്വീകരിക്കണം. പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല അത്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല, ഇതിന് ഒരുപാട് സമയം ആവശ്യമാണ്. അടുത്തൊരു പോയിന്റ്,
Acculturation can take place either through direct first-hand contact or through indirect contact from a distance, such as through radio, television, newspaper, literature, etc. അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്? അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും സാധിക്കുന്നതാണ്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും സാധിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ ചില ഡിസ്റ്റൻസിലൂടെ, അതായത് റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയൊക്കെ എന്ത് സാധ്യമാണ്? അക്കൾച്ചുറേഷൻ സാധ്യമാണ്. അതായത് ഈ കൾച്ചറൽ ചേഞ്ചിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൾച്ചറൽ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാം, ചിലപ്പോഴൊക്കെ ഇൻഡയറക്റ്റ് ആയി ചില മാധ്യമങ്ങളുടെ സഹായത്തോടെയും കൾച്ചറൽ ചേഞ്ച് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് പറയാം, അക്കൾച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷൻ ഓഫ് അസിമിലേഷൻ ഓർ ഇന്റഗ്രേഷൻ. അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് അസിമിലേഷന്റെയും ഇന്റഗ്രേഷന്റെയും മുൻപുള്ള ഒരു കണ്ടീഷനാണ്. ഇതാണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പം ഇത് അക്കൾച്ചുറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, 5 ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് എന്താണ് അസിമിലേഷൻ? Assimilation means that a person or a group has acquired the values of another group to such an extent that it loses its identity. Assimilation is a process where close contact of persons of dissimilar culture always results in fusion of culture traits, although borrowing may not be so pronounced in one direction, it is the case of other. in other directions as in the case of other. ഇവിടെ നമുക്ക് പറയാം എന്താണ് അസിമിലേഷൻ. എന്താണ് അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ? അസിമിലേഷൻ എന്ന് പറയുന്നത്, അസിമിലേഷൻ മീൻസ് ദാറ്റ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഹാസ് അക്വയർഡ് ദ വാല്യൂസ് ഓഫ് അനദർ ഗ്രൂപ്പ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? മറ്റൊരു കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള വാല്യൂസിനെ സ്വീകരിക്കുകയാണ്. പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിന് അവരുടേതായ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു. ഒരു ഗ്രൂപ്പ് അവരുടെ വാല്യൂസ് ഉൾക്കൊള്ളുന്ന സമയത്ത് മറ്റൊരു ഗ്രൂപ്പിന് അവരുടെ ഐഡന്റിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിനെയാണ് അസിമിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? ദ അസിമിലേഷൻ ഈസ് എ പ്രോസസ് വെർ ക്ലോസ് കോണ്ടാക്ട് ഓഫ് പേഴ്സൺസ് ഓഫ് ഡിസിമിലർ കൾച്ചർ. ഈ അസിമിലേഷനിൽ പല കൾച്ചറുള്ള ആളുകൾ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം അസിമിലേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അസിമിലേഷൻ മീൻസ് ദാറ്റ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഹാസ് അക്വയർഡ് ദ വാല്യൂസ് ഓഫ് അനദർ ഗ്രൂപ്പ് ടു സച്ച് ആൻ എക്സ്റ്റെന്റ് ദാറ്റ് ഈസ് ലോസസ് ഇറ്റ്സ് ഐഡന്റിറ്റി. ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള വാല്യൂസിനെ സ്വീകരിക്കുകയും ഒരു ഗ്രൂപ്പിന് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെയാണ് അസിമിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അസിമിലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. Characteristics of assimilation. Assimilation is an unconscious process. Assimilation എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആയി നടക്കുന്നതാണ്. അതായത് ബോധപൂർവമല്ല അസിമിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ചേരുകയും അവരുടെ മൂല്യങ്ങൾക്ക് പകരം മറ്റൊന്ന് പൂർണ്ണമായും സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്താണ്? ചിലപ്പോൾ ബോധപൂർവമായിട്ടല്ല നടക്കുന്നത്. അസിമിലേഷൻ ഈസ് എ സ്ലോ പ്രോസസ്. അസിമിലേഷൻ എന്ന് പറയുന്നത് വളരെ പതുക്കെ മാത്രമാണ് നടക്കുന്നത്. Assimilation occurs when the cultures involved in the process are unequal. Assimilation എന്ന് പറയുന്നത് എപ്പോഴാണ്? കൾച്ചർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ആർ അൺഈക്വൽ. പലപ്പോഴും ഈക്വൽ ആയ സിറ്റുവേഷൻസിലല്ല, അൺഈക്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ, ഒരുപോലെ അല്ലാത്ത സിറ്റുവേഷൻസിലും അസിമിലേഷൻ നടക്കുന്നു. അസിമിലേഷൻ ഈസ് എ നോട്ട് എ ടെമ്പററി ഫിനോമിനൻ. അസിമിലേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒന്നല്ല, ഇതൊരു പെർമനന്റ് ആണ്, അല്ലെ? അസിമിലേഷൻ എന്ന് പറയുന്നത് ടെമ്പററി അല്ല, അതായത് അസിമിലേഷൻ എന്ന് പറയുന്നത് താൽക്കാലികമല്ല, അസിമിലേഷൻ പെർമനന്റ് ആയി നടക്കുന്ന ഒന്നാണ്. ഇന്റഗ്രേഷൻ. എന്താണ് ഇന്റഗ്രേഷൻ? ഇന്റഗ്രേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഔട്ട് ഓഫ് സെപ്പറേറ്റ് പാർട്സ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, അതായത് ഏകീകരണം എന്ന് പറയുന്നത് ഒരു ഏകീകരണം തന്നെയാണ്. എങ്ങനെ? ഒരു സിംഗിൾ യൂണിറ്റ്, ഒരു വലിയ പാർട്ടിൽ നിന്നും ഒരു സിംഗിൾ യൂണിറ്റായി രൂപാന്തരം സംഭവിക്കുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ പാർട്ട് അതിൽ നിന്നും ഒരു സിംഗിൾ യൂണിറ്റായി മാറുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് എ പ്രോസസ് ഓഫ് അലിനേഷൻ ആൻഡ് സെഗ്രിഗേഷൻ. ഇത് എന്താണ്?
നമുക്ക് പറയാം ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഐസൊലേഷന്റെയും അലിനേഷന്റെയും സെഗ്രിഗേഷന്റെയും ഓപ്പോസിറ്റ് ആണ്. അതായത് ഐസൊലേഷൻ നമ്മൾ മാറ്റി നിർത്തുക, അതുപോലെ അകൽച്ച കാണിക്കുക, സെഗ്രിഗേഷൻ വേർപിരിക്കുക, ഇതിന്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. കാരണം ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിക്കുക. ഒരു പാർട്ടിൽ നിന്നും, സൊസൈറ്റിയുടെ ഒരു പാർട്ടിൽ നിന്നും ഒരു സിംഗിൾ യൂണിറ്റിനെ കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓർത്ത് വെക്കുക, ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ടു സോഷ്യൽ ഐസൊലേഷൻ. സാമൂഹികമായ മാറ്റി നിർത്തലിന്റെ ഓപ്പോസിറ്റ് ആണ്, അതായത് നേർ വിപരീതമാണ് സാമൂഹികമായി കൂട്ടി യോജിപ്പിക്കുക എന്നത്. ഇനി എന്തൊക്കെയാണ് കോമ്പോണൻസ് ഓഫ് ഇന്റഗ്രേഷൻസ് നോക്കാം. Sharing of common characteristics facilitates group solidarity resulting from division of labor, reciprocal relationship and interdependence. നമുക്ക് പറയാം എന്താണ്? ആദ്യത്തെ ഒരു കോമ്പണന്റ് ആണ് ഷെയറിംഗ് ഓഫ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫെസിലിറ്റേറ്റ് ഗ്രൂപ്പ് സോളിഡാരിറ്റി. അതായത് ഗ്രൂപ്പിൽ ഒരു ദൃഢത ഉണ്ടാകും. എങ്ങനെ? ഇവിടെ ഇത്തിരി മാറ്റി നിൽക്കുന്ന അഥവാ ഒരു പാർട്ട് ഓഫ് സൊസൈറ്റിയിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ചു ചേർക്കുകയാണല്ലോ ചെയ്യുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ, ജോലിനെ ചില ചില ഘട്ടങ്ങളായി വിഭജിച്ചു കൊടുക്കുക, അതുപോലെ റിലേഷൻഷിപ്പുകൾ കൂടുതലാക്കി മാറ്റുക, അതിൽ തന്നെ ഒരു സ്വതന്ത്രമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾക്ക് ഒരു അവസരം കൊടുക്കുക സൊസൈറ്റിയിൽ. ഇതൊക്കെ എന്തിനു സാധിക്കുന്നതാണ് പറയുന്നത്? നമ്മുടെ സമൂഹത്തിലെ അഥവാ ഈ ഗ്രൂപ്പുകളുടെ ഈ ഇന്റഗ്രേഷനിലെ തന്നെ ദൃഢത എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട കോമ്പോണന്റ് ആണ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ആക്സെപ്റ്റൻസ് ആൻഡ് ഒബ്സർവേഷൻ ഓഫ് വേരിയസ് നോംസ് set by the group is another unifying factor. നമുക്ക് പറയാം എന്താണ്? സ്വീകരിക്കുക, അല്ലെ? ആക്സെപ്റ്റ് ചെയ്യുക, അതുമാതിരി തന്നെ ഒബ്സർവ് ചെയ്യുക, കൃത്യമായിട്ട് നിരീക്ഷിക്കുക. എന്തിനെ? ഒരു ഗ്രൂപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെയും അവരുടെ അവരുടെ മൂല്യങ്ങളെയും വാല്യൂസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൃത്യമായിട്ട് സ്വീകരിക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തൊരു കോമ്പണന്റ് ആണ് ecocentrism or preferences of one's own culture among the members of a group is functional in promoting social control within the group. എന്ത് ചെയ്യുകയാണ്? ഒരു വ്യക്തിയുടെ കൾച്ചറിന് പ്രാധാന്യം കൊടുക്കുകയും അതേ സമയം തന്നെ ആ ഗ്രൂപ്പിനുള്ളിലുള്ള എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യുകയാണ്? അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം നൽകുകയാണ്. പക്ഷെ ഒരു സോഷ്യൽ കൺട്രോളോടെ ഉണ്ടായിരിക്കും. അതുവഴി എന്താണ്? ഇൻഡിവിജ്വൽസിന് അവരുടേതായ ഒരു പ്രിഫറൻസിനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് പറയാം ഡിസിപ്ലിൻ എമംഗ് ദ മെമ്പേഴ്സ് യൂണിറ്റ്സ് ദ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ ഒരു അച്ചടക്കം, ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു അവസരം നൽകുന്നുണ്ട്. ഇനി അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത് സൈസ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ സൈസ് നമുക്ക് എപ്പോഴും എന്താണ്? ചെറിയൊരു ഗ്രൂപ്പ് ആണെങ്കിൽ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതാണ് സൈസ് ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സൈസ് ഓഫ് എ ഗ്രൂപ്പ്, it is easier to integrate small size of groups for many kinds of activity than a large group. ഒരു വലിയ ഗ്രൂപ്പിനേക്കാളും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായാലും ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായാലും എപ്പോഴും എളുപ്പമുള്ളത് ഒരു ചെറിയ ഗ്രൂപ്പിനെ ആയിരിക്കും. അടുത്ത എന്താ? ദ പ്രൈമറി ഗ്രൂപ്പ് ഹാസ് ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ടു ഇന്റഗ്രേറ്റ്. പ്രൈമറി ഗ്രൂപ്പുകൾക്കായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യാൻ കൂടുതലായിട്ടുമുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുക. അടുത്തത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്തൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇന്റഗ്രേഷൻ ഈസ് എ കോംപ്ലക്സ് സോഷ്യൽ പ്രോസസ് ഇൻ കമ്പാരിസൺ ടു അക്കൾച്ചുറേഷൻ ആൻഡ് അസിമിലേഷൻ. നമ്മൾ ഇന്റഗ്രേഷനെ അക്കൾച്ചുറേഷനും അസിമിലേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടുള്ള സോഷ്യൽ പ്രോസസ് ആണെന്ന് പറയാം. വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഒന്നാണെന്ന് പറയാം. ഇറ്റ് ഈസ് കോംപ്ലക്സ് ബിക്കോസ് ഇറ്റ് റിക്വയർ എ ലോട്ട് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ഓൺ ദ പാർട്സ് ഓഫ് എ ഗ്രൂപ്പ് ഇൻവോൾവ്. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഈ ഇന്റഗ്രേഷനിൽ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഗ്രൂപ്പിനും അവരുടേതായ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് കോംപ്ലക്സ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കാരണം ഇതിന് ഒരുപാട് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിൻ്റെതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. അടുത്ത് നമുക്ക് പറയാം the communities of groups undergo changes in terms of some of the institutions, whereas they retain the traditional features and practices in the case of other institutions. എന്താണ്? ചില സിറ്റുവേഷൻസിൽ ചില കമ്മ്യൂണിറ്റീസ് എന്താണ്? ട്രഡീഷണൽ ഫീച്ചേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നു. ചില സിറ്റുവേഷൻസിൽ മോഡേൺ ഫീച്ചേഴ്സ് ആയിരിക്കാം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അക്കൾച്ചുറേഷൻ, അസിമിലേഷൻ ആൻഡ് ഇന്റഗ്രേഷന്റെ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് അക്കൾച്ചുറേഷൻ എന്താണ്? അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് സിറ്റുവേഷൻ ഓഫ് കൾച്ചറൽ കോണ്ടാക്ട് ആണ്, where exchange of culture traits between two communities takes place. നമുക്ക് പറയാം അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് കൾച്ചറൽ കോണ്ടാക്റ്റിന്റെ ഒരു സിറ്റുവേഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? where exchange of culture traits between two communities takes place. രണ്ട് കമ്മ്യൂണിറ്റീസിൻ്റെതായിട്ടുള്ള ട്രേറ്റ്സുകൾ, അതായത് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നു. അതാണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത്. അക്കൾച്ചുറേഷൻ പോസിബിൾ either through direct first-hand contact or through indirect or distances. നമുക്ക് പറയാം അല്ലെ, അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലൂടെയും അക്കൾച്ചുറേഷന് സാധ്യതയുണ്ട്. അടുത്ത എന്താണ്? അസിമിലേഷൻ ആണ് അല്ലെ. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസിമിലേഷൻ കുഡ് ബി ദ പ്രോസസ് ഓർ പ്രൊഡക്റ്റ്. അക്കൾച്ചുറേഷന്റെ ഒരു പ്രോസസ് ആണ് അസിമിലേഷൻ. ഇനി അസിമിലേഷൻ നോക്കാം. when one culture loses its identity. അക്കൾച്ചുറേഷന്റെ പ്രോഡക്റ്റ് ആയ അസിമിലേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസിമിലേഷനിൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പിന് അവരുടെ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുന്നു. ബൈ ഗെറ്റിംഗ് അബ്സോർബ്ഡ് ഇൻ ടു ദ അതർ കൾച്ചർ. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഗെറ്റിംഗ് അബ്സോർബ്ഡ് ഇൻ ടു ദ അതർ കൾച്ചർ, മറ്റൊരു കൾച്ചറിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൾച്ചർ അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റൊരു കൾച്ചറിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അസിമിലേഷൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് എ ലോങ് ഡ്രോൺ കൾച്ചറൽ പ്രോസസ്. അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോങ് ഡ്രോൺ കൾച്ചറൽ പ്രോസസ്സിന്റെ ഒരു ഭാഗമായി വരുന്നതാണ്. അടുത്തത് എന്താണ്? ഇന്റഗ്രേഷൻ ആണ്. when several communities coexisting together adopt the culture traits of a common culture or mainstream culture. നമുക്ക് പറയാം എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പം ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇതിൽ വരുന്നുണ്ട്. ഇന്റഗ്രേഷന്റെ ഒരു ഭാഗമായിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റീസ് വരികയും അവർ ഒന്നിച്ച് എന്ത് ചെയ്യുകയാണ്? ഒരു കോമൺ കൾച്ചർ അഥവാ ഒരു മെയിൻ സ്ട്രീം കൾച്ചറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. വിത്തൗട്ട് ലോസിങ് ദർ റെസ്പെക്റ്റീവ് ഐഡന്റിറ്റി. ഇവിടെ എന്താണ്? ഒരു കൾച്ചറിന് അവരുടേതായ ഐഡന്റിറ്റിയോ റെസ്പെക്റ്റോ നഷ്ടപ്പെടുന്നില്ല. ഇന്റഗ്രേഷൻ കുഡ് ഓൾസോ ബി എ പ്രോസസ് ഓർ എ പ്രോഡക്റ്റ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം ഒരു പ്രോസസ്സുമാണ്, ഒരു പ്രോഡക്റ്റുമാണ്. ഇതാണ് അസിമിലേഷന്റെയും അക്കൾച്ചുറേഷന്റെയും ഇന്റഗ്രേഷന്റെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മൂന്ന് ടേംസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. ആദ്യം എന്താണ്? അസിമിലേഷൻ റെഫേഴ്സ് ടു ദ ഫങ്ഷൻ ഓഫ് കൾച്ചർ, whereas acculturation refers to the transmission of cultural elements on a large scale over a wider area. Integration, on the other hand, brings members together and maintain observances and solidarity in the group. It brings about stability in the group. നമുക്ക് പറയാം അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസിമിലേഷൻ റെഫേഴ്സ് ടു ദ ഫങ്ഷൻ ഓഫ് കൾച്ചർ. അസിമിലേഷൻ എന്ന് പറയുന്നത് കൾച്ചറിന്റെ ഒരു ഫങ്ഷൻ ആണ്. പിന്നെന്താ? അക്കൾച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൾച്ചുറേഷൻ റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറൽ എലമെന്റ്സ് ഓൺ എ ലാർജ് സ്കെയിൽ. ഒരു ലാർജ് സ്കെയിലിൽ എന്താണ്? ട്രാൻസ്മിഷൻ നടത്തുന്നതാണ്. നമ്മുടെ കൾച്ചറിന്റെ എലമെന്റ്സിനെ ട്രാൻസ്മിഷൻ നടത്തുന്നതിനെയാണ് അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പരസ്പരം കൂടിച്ചേരുന്നതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം അക്കൾച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അക്കൾച്ചുറേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് as against integration. അക്കൾച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇത് ഇന്റഗ്രേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. വിച്ച് ഈസ് റെഫേർഡ് ടു ആസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ. ഇത് ഓർഗനൈസേഷന്റെ ഒരു പ്രോസസ് ആയിട്ട് നമുക്ക് കണക്കുകൂടാം. ആസ് distinguished from the two, assimilation is the product of social contact interaction. നമുക്ക് പറയാം അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് സോഷ്യൽ കോണ്ടാക്റ്റിന്റെ ഭാഗമായി ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫറൻസിയേഷൻസ് പഠിക്കുമ്പം എന്താണ് അക്കൾച്ചുറേഷൻ, അസിമിലേഷൻ, ഇന്റഗ്രേഷൻ എന്ന് അറിയുന്ന ഒരാൾക്ക് അതിന്റെ ഡിഫറൻസിയേഷൻ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദ പ്രോസസ് ഓഫ് അസിമിലേഷൻ ടേക്സ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഫോർ fusion of differences, cultural values and ethos. As against this, an integration refers to the cultural pluralism, voluntarity and incomplete assimilation. This takes place in a short period of time.
Acculturation at times is apparent and the case of quick social changes. ഇവിടെ എന്താണ് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈം, ഇറ്റ് ടേക്സ് എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ലോങ് പീരിയഡ് ഓഫ് ടൈമിലൂടെയാണ് അസിമിലേഷൻ സാധ്യമാകുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അക്കൾച്ചുറേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഇനി ഇന്റഗ്രേഷനും അക്കൾച്ചുറേഷനും എല്ലാം എന്താണ്, ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അസിമിലേഷൻ ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ നാച്ചുറൽ ആൻഡ് unassisted process, whereas acculturation and integration are social process and assisted by the cultural contact and can be promoted directly. നമുക്ക് പറയാം അസിമിലേഷൻ ആയാലും അക്കൾച്ചുറേഷൻ ആയാലും അതുമാതിരി ഇന്റഗ്രേഷൻ ആയാലും എങ്ങനെയാണ്, ഇത് സോഷ്യൽ പ്രോസസ് ആണ്, കൾച്ചറൽ കോണ്ടാക്റ്റിന്റെ ഭാഗമായി വരുന്നതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടും പ്രൊമോട്ട് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ടും പ്രൊമോട്ട് ചെയ്യാം. ഇതാണ് അക്കൾച്ചുറേഷൻ, അസിമിലേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം അക്കൾച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അക്കൾച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അക്കൾച്ചുറേഷൻ എന്ന് പറയുന്ന വേർഡ് മീനിങ് പരിസ്ഥിതിയുമായി യോജിച്ച് പോവുക എന്നുള്ളതാണ്. അതായത് മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയാം, അത് അക്കൾച്ചുറേഷൻ ആയി എന്ന് പറയാം, അല്ലെ? മറ്റൊരു കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള ആശയങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു. അതായത് അക്കൾച്ചുറേഷൻ മീൻസ് ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറൽ എലമെന്റ് ഫ്രം വൺ സോഷ്യൽ ഗ്രൂപ്പ് ടു അനദർ. ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പിലേക്ക് കൾച്ചറൽ എലമെന്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ അക്കൾച്ചുറേഷൻ ആണെന്ന് പറയാം. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അസിമിലേഷൻ മീൻസ് ദാറ്റ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഹാസ് അക്വയർഡ് ദ വാല്യൂ ടു another group to such an extent that it loses its identity. ഒരു ഗ്രൂപ്പ് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഗ്രൂപ്പിൻ്റെതായ വാല്യൂസ് സ്വീകരിച്ചാൽ അത് അസിമിലേഷൻ ആയി. അക്കൾച്ചുറേഷന്റെ പ്രോഡക്റ്റ് ആണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഔട്ട് ഓഫ് എ സെപ്പറേറ്റ് പാർട്ട്. ഒരു സെപ്പറേറ്റ് പാർട്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്രൂപ്പിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.